വയനാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനുവിന്റെ ഭാര്യ ചന്ദ്രികയെ കണ്ടെത്തി ഉന്നതിക്ക് സമീപം മറ്റൊരിടത്ത് നടത്തിയ തിരച്ചിലിലാണ് പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്ന ചന്ദ്രികയെ കണ്ടെത്തിയത്. അതേസമയം മാനുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യാൻ നാട്ടുകാർ അനുവദിച്ച നടപടികൾ പുരോഗമിക്കുകയാണ്. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ആദ്യം ഈ ചന്ദ്രികയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സദൃഷ്മി, എന്തായാലും ഈ തെരച്ചിലിനൊടുവിൽ കൊല്ലപ്പെട്ട കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനുവിന്റെ ഭാര്യ ചന്ദ്രികയെ കണ്ടെത്തിയിരിക്കുന്നു. ചന്ദ്രികയും മാനുവുമാണ് ഈ മുക്കുത്തിക്കുന്നിൽ വണ്ടി ഓട്ടോറിക്ഷ ഇറങ്ങി ഈ ഉന്നതിയിലേക്ക് നടക്കുന്നതിനിടയിൽ കാട്ടാന ആക്രമണം ഉണ്ടായതെന്നും അങ്ങനെയാണ് മാനു കൊല്ലപ്പെട്ടതെന്നാണ് മനസ്സിലാക്കിയത്. എന്നാൽ ചന്ദ്രികയെ പിന്നീട് കണ്ടെത്തിയിരുന്നില്ല. ചന്ദ്രികയുടെ ഷോൾ ഉൾപ്പെടെ മുറുക്കാൻ ഉൾപ്പെടെ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന നിലയിൽ കണ്ടിരുന്നു. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രാഥമികമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ഈ ഉന്നതിക്ക് സമീപം മറ്റൊരിടത്ത് പേടിച്ച് വിറച്ച നിലയിൽ ഇരിക്കുകയായിരുന്ന ചന്ദ്രികയെ കണ്ടെത്തുകയായിരുന്നു. ചന്ദ്രിക വലിയ അവശയാണ്, വലിയ ആകെ പകപ്പിലാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പോലീസുകാർ ഉൾപ്പെടെ ഇവരെ കണ്ടെത്തിയത്. തുടർന്ന് ഇവരെ ഇപ്പോൾ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ചന്ദ്രിക ഈ കാട്ടാന ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. എന്തായാലും ചന്ദ്രികയോട് സംസാരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല. കാരണം അവർ ആകെ പേടിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ഇതിനിടയിൽ വലിയ പ്രതിഷേധം തുടർന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ ഉൾപ്പെടെ എത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാതെ മാനുവിന്റെ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പ്രാദേശികമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ മൃതദേഹം വിട്ടുകൊടുക്കാനും മറ്റ് വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിൽ ഇപ്പം മൃതദേഹം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രശ്ന പരിഹാരത്തിന് സാങ്കേതികത്വം പറഞ്ഞ് ഈ മനുഷ്യരെ കുരുതി കൊടുക്കുന്ന സമീപനം മാറ്റണമെന്ന് നിരവധി ആളുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സാങ്കേതികത്വം മാത്രമാണ് ഈ ഗോത്ര വിഭാഗത്തിലെ ഈ മാനുവിന്റെ ഉൾപ്പെടെ ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വയം സന്നദ്ധ പുനരധിവാസം ഉറപ്പാക്കുകയും അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന വനം വകുപ്പ് ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സാങ്കേതികമായി അവർക്ക് വീടില്ല, അല്ലെങ്കിൽ സ്ഥലമില്ല അവരുടെ പേരിൽ എന്ന ഒറ്റ കാരണത്താൽ ആ കാട്ടിൽ തന്നെ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ കാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഇത്തരം അപകടങ്ങളിൽ പെടുന്നത്, മരണപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പട്ടികവർഗ വകുപ്പും വനം വകുപ്പും ഈ സാങ്കേതികത്വം വെടിഞ്ഞ് മനുഷ്യരെന്ന നിലയിൽ വനത്തിനുള്ളിൽ ഈ വനഗ്രാമത്തിൽ വലിയ ദുർഘട സാഹചര്യത്തിൽ താമസിക്കുന്ന ഇവരെ പുനരധിവസിപ്പിക്കാൻ ശക്തമായ നടപടികൾ, ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ മരണവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രതീഷ്, ഈ ചന്ദ്രിക ഇനിയിപ്പോൾ ചന്ദ്രിക പറയുന്നതനുസരിച്ചായിരിക്കും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരിക, അല്ലേ? ഒപ്പം തന്നെ അവിടെ ഈ പ്രദേശത്തേക്ക് ഏതെങ്കിലും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായവരോ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരും വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള അവിടുത്തെ റേഞ്ചിലെ ഉദ്യോഗസ്ഥരുമാണ് എത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ വൈകാരിക അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആണ് ഇപ്പോൾ മൃതദേഹം ഉൾപ്പെടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ആ പ്രദേശത്ത് നിന്ന് മാറ്റും. നാട്ടുകാരോട് ഈ ഉന്നതിയിലെ ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കും. ഈ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നൂൽപ്പുഴ പഞ്ചായത്തിൽ മുക്കുത്തിക്കുന്ന് പ്രദേശത്തൊക്കെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കുമെന്നൊക്കെ തന്നെയാണ് വനംവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വനത്തിനകത്ത് വെച്ച് മരണപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവില്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്തരം നഷ്ടപരിഹാര തുക നൽകും. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടപരിഹാര തുക ചന്ദ്രികയ്ക്ക് ഉൾപ്പെടെ മാനുവിന്റെ കുടുംബത്തിന് ലഭിക്കും. അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്, പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ നടപടികൾ പുരോഗമിക്കും. എന്തായാലും ഇവരെ ഈ ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഈ വനത്തിനുള്ളിൽ ദുർഘട സാഹചര്യത്തിൽ താമസിക്കുന്ന, യാതൊരു സൗകര്യങ്ങളുമില്ലാതെ താമസിക്കുന്ന ഈ മനുഷ്യരെ പുറം ലോകത്തേക്ക് എത്തിക്കുക, അവർക്ക് അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് വേണ്ടത്. ഇതിനു വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കിയെങ്കിലും സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് ഈ മനുഷ്യർ വീണ്ടും വീണ്ടും ഇത്തരം വന്യമൃഗങ്ങളുടെ ഇരയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചന്ദ്രിക ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ ഓടി രക്ഷപ്പെട്ടതിന്റെ പകപ്പാണ് ഇവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ളത്. എന്തായാലും മാനുവിന്റെ മൃതദേഹം അല്പസമയങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി ശരി രതീഷ്,
മാനുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. അതിനൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു വിവരം, മാനുവിന്റെ ഭാര്യ ചന്ദ്രികയെ കണ്ടെത്തി എന്നുള്ളതാണ്. അവർ ആ ഒരു ഞെട്ടലിലും ഭയത്തിലുമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനൊക്കെ ശേഷം ഈ ഒരു അവസ്ഥ മാറി ചന്ദ്രിക പറയുമ്പോഴാകും യഥാർത്ഥത്തിൽ എന്താകും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.